നിലവിൽ കിട്ടിയ സൂചനാ തെളിവുകൾ മുഴുവനായിട്ടും ബഹുമാനപ്പെട്ട DIGക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അദ്ദേഹം മുഴുവൻ അത് എഴുതി വളരെ സമാധാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി ആ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻക്വയറി അതാണ് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തൃപ്തനായ സുജിത് ദാസിനെ 3ാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തില്ലേ. ഇപ്പോൾ അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നിങ്ങളെ കാര്യം ബാക്കി ഞാൻ പറഞ്ഞത്, എൻ്റെ കാര്യം നിങ്ങളൊന്ന് പറയും. അല്ല, ഒറ്റ മിനിറ്റ്. അതായത് ഞാൻ രാവിലെ തിരക്ക് കൂടിയാണ് ഓടിപ്പോയത്. ഇപ്പോൾ നിങ്ങളിതൊന്ന് സ്കാൻ ചെയ്യണം. അതായത് ഈ BJP RSS നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണിത്. 9:53 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നെടുത്ത് അല്ല ഒന്നെടുക്കുക, നിങ്ങളൊന്ന് ഇത് ആ ടൈം നോക്കൂ നിങ്ങൾ. വെനസ്ഡേ എത്ര വേണമെങ്കിലും കാണിച്ചു തരാം. അങ്ങോട്ട് വരണമെങ്കിൽ വരാം, ഒരു പ്രശ്നമില്ല. ഈ സാധനം നിങ്ങളൊന്ന് പുറത്തു വിടണം. നിങ്ങൾ കുറച്ച് സത്യസന്ധത ആത്മാർത്ഥമായിട്ട് സത്യത കാണിക്കുന്നില്ല അല്ല, ഈ വിഷയത്തിൽ സത്യസന്ധത കാണിക്കണം. 9:53 ഈ വെനസ്ഡേ എത്ര ബുധനാഴ്ച ഡേറ്റ്? ഇന്ന് പിറ്റേ ദിവസം ശനിയാഴ്ച അല്ലേ? ഇന്ന് ശനിയല്ലേ? അപ്പൊ ബാക്കിലേക്ക് പോയാൽ വെള്ളി, വ്യാഴം, ബുധൻ. അതായത് ഇത് 9:53 എനിക്ക് കിട്ടുന്നു. അന്ന് 11 മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിന് വിളിക്കുന്നത്. അത് നിങ്ങൾ തിരുവനന്തപുരത്ത് കിട്ടിയോ? അപ്പോൾ 9:53 ഇത് കിട്ടുന്നതിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഈ വിവരം വിളിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പണീൻ്റെ ബാക്യത്തിലാണ്. അപ്പോൾ 1-2 ഇൻഫർമേഷൻ എനിക്ക് തരാൻ വന്ന 1-2 ആളുകൾ സ്വകാര്യ സ്ഥലത്ത് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്നാണ് ഈ വിവരം എനിക്ക് കിട്ടി എന്നത് അജിത് കുമാറിൻ്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ്. അൻവർ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല BJP നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. BJPക്ക് ആകെ ആവശ്യം എന്താ? ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കിട്ടണം. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ. അതിനുള്ള വഴിയൊരുക്കിയാണ്. പിന്നെന്താ വേണ്ടത്? പൊതുസമൂഹത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെ എതിരാക്കണം. അതിന് പൂരം കലക്കണം. ഈ പറയുന്ന ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത്. അതിന് BJPക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിലെ സീറ്റ്. അതിൽ നിന്ന് ഈ വിദേശ ഫണ്ട് പിരിച്ചെടുത്ത ആ കേസിൽ ED അന്വേഷണം പാടില്ല. അതാണ് ഇതിലെ സെറ്റിൽമെന്റ്. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറ്റാൻ ദൈവം മുകളിലുണ്ടല്ലോ, ഞാനേ വിശ്വസിക്കുന്നതിനാ. ആ ദൈവം സത്യം പുറത്തു കൊണ്ടുവരും. ഞാനിന്ന് ഈ മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത്. അപ്പോഴാണ് ഞാനിതെടുത്ത് പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ സമയം നോക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. മുഖ്യമന്ത്രിക്കോ ഈ പാർട്ടിക്കോ BJPയുടെ ഒരു വോട്ട് കിട്ടിയിട്ട് ഒരു സീറ്റ് വാങ്ങാനുള്ള അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടിയല്ല CPM. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വിശദീകരിച്ച എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ BJP 19,000 വോട്ടുണ്ട്. അതിന് BJP എനിക്ക് നേരിട്ട് അനുഭവമല്ലേ. ഈ കാര്യം VD സതീശൻ നിഷേധിക്കാണ്ടായത് പറഞ്ഞത് ED അന്വേഷിക്കുന്നുണ്ട്. ഈ കാര്യം ED ഈ കാര്യത്തിൽ ചോദ്യം ചെയ്ത് 1-2 വർഷം കഴിഞ്ഞതാണ്, മാധ്യമങ്ങൾ കൊടുത്തതാണ്. പിന്നെ ഈ നേരത്തെ VD സതീശനെതിരെ 150 കോടി രൂപ കൊണ്ടുവന്ന എന്നുള്ള ആരോപണം ഉന്നയിച്ച അതിനൊന്നും ഒരു തെളിവില്ലാത്ത ആണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണെന്ന് സതീശൻ ചെയ്തു. ഓക്കെ 1 മിനിറ്റ്. അല്ല, ED ഞാൻ അന്വേഷിച്ച പ്രശ്നമില്ലല്ലോ. ED അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചത്? അതൊരു പുകമറയല്ലേ. ഞാനിന്ന് രാവിലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ
അദ്ദേഹം ഒന്ന് പറയട്ടെ. ഈ പുനർജനി തട്ടിപ്പ് ED അന്വേഷിക്കാൻ, കാരണം സ്റ്റേറ്റ് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല, വിദേശ ഫണ്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ല, ട്രാൻസ്ഫർ നടന്ന വിദേശത്തു നിന്നാണ്. ED അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കട്ടെ. ഒരു മിനിറ്റ്, അല്ല, ആ അന്വേഷണത്തിന്റെ കോലം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം എഴുതി കൊടുക്കട്ടെ. ഒന്ന്, നമ്പർ 1. ഇനി ഇപ്പൊ ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അദ്ദേഹം എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ എഴുതി കൊടുത്താൽ? ആൾറെഡി ആ മാറ്റർ സെറ്റിൽഡാണ്, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾക്ക് എന്താ എത്ര തിരക്ക്? പ്ലീസ്, ഞാൻ രാവിലെ വരെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ രാവിലെ 11 മണിക്ക് ഇവിടെ ഒന്ന് ഇരുന്നല്ലേ, ഇനിയും ഇരിക്കാം. അപ്പോൾ അത് തന്നെയാണ് അതിലെ വിഷയം. അപ്പോൾ ഇതിനെ പിന്നെ പറഞ്ഞു 150 കോടി ആരോപണം. എന്താണ് തീരുമാനം? എന്താ സംഭവിച്ചത്? നിയമസഭയിൽ ഞാൻ പറഞ്ഞ അങ്ങാടി പാടിയതല്ലല്ലോ, ഈ ഇതുപോലെ പാട്ടല്ലല്ലോ ഉണ്ടായത്. കേരളത്തിൻ്റെ നിയമസഭയിൽ അങ്ങ് പ്രസംഗിച്ചു പോയതല്ല. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെ എതിരായാലും ഒരു അഴിമതി ആരോപണം അവിടെ ആരോപിക്കണമെങ്കിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ രേഖയിൽ ഉണ്ടാവില്ല. നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ വാർത്ത അങ്ങോട്ട് വരും. PV അൻവർ സ്പീക്കറെ കണ്ട് നേരിട്ട് എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയിട്ടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം എന്താ പറയുക, വിവരാവകാശ രേഖ പ്രകാരം ഒഫീഷ്യലായി എടുത്താണ് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനായ ഹഫീസ് വിജിലൻസിന് പരാതി കൊടുക്കുന്നത്. വിജിലൻസ് എന്താ ചെയ്യുക? പോലീസിനോട് പ്രൈമ ഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറയും. പ്രൈമ ഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഈ വിജിലൻസ് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ആളെടുത്ത് വന്നിട്ട്, എന്ന് പറയുന്ന PV അൻവർ MLA അടുത്ത് വന്നിട്ട്, നിങ്ങൾ ഇങ്ങനെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ ബേസ്? വിശദീകരണം ചോദിക്കണ്ടേ? എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണ്ടേ? ഉണ്ടായോ? എന്നോട് ചോദിച്ചോ? ആരത് മുക്കിയത്? ഈ പറയുന്ന ADGP അജിത് കുമാറിനെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ബന്ധങ്ങൾ, അത് ലോ ആൻഡ് ഓർഡറിൽ മാത്രമല്ല, എല്ലായിടത്തും ഇയാളെ കയ്യും കാലുമാണ് ഈ അജിത് കുമാറിൻ്റെ. അയാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന് ഹയർ അതോറിറ്റിക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. ചിത്രം മാറാൻ പോവാണ്. അങ്ങനെ അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഷേ, നിങ്ങളെ അസുഖം എനിക്ക് മനസ്സിലായിണ്. അപ്പോൾ അങ്ങനെ ഈ കേസിനെ അട്ടിമറിച്ചു വരും, എന്നിട്ട് എൻ്റെ പേരടിക്ക് ഇടുക. ഇതൊന്ന് കഴിയട്ടെ, നമുക്ക് നോക്കാം. ഈ 150 കോടിയായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അത്രേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല, ബോധ്യപ്പെടുത്തും. ഇതൊന്ന് കഴിയട്ടെ. നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം അത് പരാജയപ്പെട്ടു, വിജിലൻസ് തന്നെ പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങക്ക് മുഖ്യമന്ത്രിയോട് പറയാലോ, അങ്ങ് ഭരണപക്ഷത്തിന്റെ MLA അല്ലേ? അല്ല, ഞാനത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ? അതിൽ വീണ്ടും അന്വേഷണം വരുമെന്നുള്ളത് താങ്കൾക്ക് അറിയില്ലല്ലോ. അതിന് ഘട്ടമാവട്ടെ. അപ്പോഴേക്ക് ഞാൻ ഡൈവേർട്ടായി. ഞാൻ ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിന്നാലെയാണ് ഞാൻ. അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. ഈ ഫോക്കസുമായി നമ്മൾ മുന്നോട്ട് പോകും. രാവിലെ താങ്കൾ ഇത് അറിഞ്ഞെന്ന് പറയുന്നു, അന്ന് എടുക്കപ്പെട്ട് താങ്കൾ അറിഞ്ഞ കാര്യം സതീശൻ അറിഞ്ഞോട് കൂടി പ്രസ് മീറ്റ് നടത്തുന്നു പറയുന്നു. പിന്നീട് എത്രയും ഗൗരവതരമായ ആരോപണം സതീശൻ ഉന്നയിക്കുന്നു. ഇന്നാണ് താങ്കൾ പറയുന്നത് ഇത് വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഡിസിഷൻ നടത്തിയാണെന്ന കാര്യം. അപ്പോൾ ഇത്ര ദിവസം എന്തുകൊണ്ടാണ് താങ്കൾ അത് പറയാതിരുന്നത്? ഇന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? പറയാതിരുന്നതിൻ്റെ കാരണം ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇന്ന് ഞാനത് പറയാനുണ്ടായ കാരണം, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ADGP അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറ് മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ RSS നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തു അയാൾ. ആ അഡ്മിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാനിപ്പോൾ പറയാനുണ്ടായ കാരണം. MLA, ഇതില് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ഈ RSS നേതാക്കളെ കണ്ടത്. അത് കൂടാതെ ഇപ്പോൾ താങ്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു, അതിന് പലതിലും തെളിവുകൾ അടക്കമുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത്. എന്നിട്ടും MR അജിത് കുമാറിന് ഒന്നും സംഭവിക്കുന്നില്ല. MR അജിത് കുമാറിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ 1 മാസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് DGP ഏൽപ്പിച്ചത്. അതിൻ്റെ പ്രൈമറി അന്വേഷണങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൺഒഫീഷ്യലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇന്നാണ്, നിങ്ങൾക്കറിയാം, രാവിലെ 11 മണിക്കാണ് ഞാൻ ഇവിടെ വന്നത്. 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ച 11:15 എടുക്കുന്ന മൊഴി 8:45 വരെ എടുത്തു. ഭക്ഷണം ഊണിന് പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല. 2 വടയാണ് ഞാനും IG യും കഴിച്ചത്. അതിനിടയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി.
ഭക്ഷണത്തിന് പോലും നിർത്തണ്ട. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മാനേജ്. ഭക്ഷണം കഴിക്കാൻ അതിനെ 1 മണിക്കൂർ കളയേണ്ടതില്ല. അങ്ങനെ ഭക്ഷണം പോലും, ഭക്ഷണമല്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയം എടുത്തത്. അത് അതിൻ്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെ കുറിച്ച്, IG യെക്കുറിച്ച്, തൃശ്ശൂർ DIG യെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ്. ശബ്ദ സന്ദേശങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്? അല്ല, അതായത് 3 ഈ പറയുന്ന എന്താ പറയാ ചങ്ങാതിൻ്റെ സുജിദാസ്, അദ്ദേഹവുമായി സംസാരിച്ച 3 കോൾസാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തു വിട്ടത്. പിന്നെ അതൊന്നും കൂടി പുറത്തു വിടാൻ നിന്നതാണ്. കാരണം അതിനുശേഷമാണ് 4ാമത്തെ പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം, 3 നിങ്ങൾ പുറത്തു വിട്ടു. അത് പുറമെ കൂടാതെ ഞാൻ പുറത്തു വിടാത്തൊരു സന്ദേശം ഉണ്ടായിരുന്നു. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, അദ്ദേഹം കാല് പിടിക്കൽ മാത്രമാണ്. അപ്പോൾ അത് കേട്ട് നിങ്ങൾ ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ആ സമയത്ത് വിടാതിരുന്നു. അതുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തെളിവുകൾ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ടോ? ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഹാജരാക്കിയ ഒരു തെളിവ്, ഞാൻ ഇന്നലെ നിങ്ങൾ ഇവിടെ FIR വായിച്ചല്ലോ, ഒരു സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടിട്ട് 7.5 കിലോ സ്വർണം പിടിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും വിഴുങ്ങിയിരിക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന്. എന്നിട്ട് ആ സ്ത്രീയെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ 145 ഗ്രാം സ്വർണം, അതും ആഭരണങ്ങൾ, ആ സ്ത്രീ കഴുത്തിലിട്ടിരുന്ന മാല, അതിൻ്റെ കുലുസ്, പിന്നെന്താ 1-2 വള, ഒരു മോതിരം. കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്നാ പറയുന്നത്, ഇതെന്ത് കേസാണ്? ഇത് എന്ത് കേസാണ്? വിദേശത്ത് നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് ഒരു 10-15 പവനും സ്വർണം ആഭരണം കൊണ്ടുവരാൻ പറ്റില്ലേ? ധരിക്കാൻ പറ്റില്ലേ? ധരിച്ചു വന്ന ആഭരണമാണ് ഒരു കറുത്ത സഞ്ചി. ഈ 3-4 ഐറ്റം പറഞ്ഞിട്ട് പിന്നെ ആ സീസർ മാഷിൽ പറയുന്ന ഒരു കറുത്ത സഞ്ചി. എന്താ കറുത്ത സഞ്ചിയിലിട്ട് കെട്ടിക്കൊടുന്ന ഈ 14 പവനെ. അപ്പം അത് കൃത്യമായി IG അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കൃത്യമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക കേസ് സംബന്ധം 15% റിവാർഡ് പുറത്തുനിന്ന് പിടിച്ച് അങ്ങോട്ട് കൊടുത്താൽ 1 കോടിയാണെങ്കിൽ 15 ലക്ഷം വാങ്ങി കീശയിൽ ഈ പോലീസുകാർക്കൊക്കെ ഇടാം. അതൊക്കെ ഒഴിവാക്കിയിട്ട് ദേശസ്നേഹം, രാജ്യസ്നേഹം ഒന്നും വേണ്ട. പെരുങ്കലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് ഉരുക്കി ആവശ്യമില്ല ഇത് പോക്കറ്റിലിട്ടിട്ട് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ഇടപാട്, ഇതിന് പോലീസൊന്നും വേണ്ട. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും. തെറ്റാണ്. ഏത് ഏജൻസിയാണെങ്കിലും കിട്ടും. കാരണം എയർപോർട്ടിന്റെ പുറത്തുനിന്ന് പിടിച്ചു കൊടുത്തു. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ആ പറഞ്ഞ നിയമച്ചൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാകാം, അറിവില്ലായ്മയാകാം. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. P ശശിക്കെതിരെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ അന്വേഷിക്കുന്നത് ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. അല്ല, ഇവിടെ പോലീസ് അന്വേഷിക്കുന്നത് ക്രൈമാണ്. ആ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇല്ലല്ല, നാളല്ല. ഞാനിപ്പോൾ ഇനി പുതിയ ആരെങ്കിലും എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ ഏറ്റെടുക്കാൻ പറ്റുന്ന പത്രപ്രവർത്തകരുണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യണം. അത്ര എണ്ണം വരുന്നുണ്ട്. എന്നിപ്പോൾ ഒരു 300-350 അതാ വന്നിരിക്കുന്നത്. കാരണം അത് ഇനി പരിശോധിക്കാൻ ഇതേപോലെ ഒരു വേറെ സംവിധാനം ഉണ്ടാക്കേണ്ടി വരും നാളെ തൊട്ട്. അതിലെ ആലോചനയിലാണ്. അത്ര പരാതികൾ വരും. പരാതിയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലാന്നാണ് PB അംഗം A വിജയരാഘവൻ പറഞ്ഞു. ഒപ്പം തന്നെ മന്ത്രി പറയുന്നു, എന്തുന്നയിച്ചേ? താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ആർക്കും ഈ ADG പാർട്ടി എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? പാർട്ടി അല്ലല്ലോ പറഞ്ഞത്. പാർട്ടിയിലൊരു പ്രവർത്തകനല്ലല്ലോ. പാർട്ടി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. പാർട്ടി സെക്രട്ടറിമാർ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടാവും. ഒരു അനുഭാവിയായ ഞാൻ പറയുമ്പോൾ പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നടക്കൂലല്ലോ. അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു. MLA വാട്സ്ആപ്പ് നമ്പർ പാർട്ടി അംഗീകരിക്കുമോ? ആ സംവിധാനം നേരത്തെ തന്നെ ജലീൽ ഇത്തരത്തിലൊരു സാധനം ഉന്നയിച്ചപ്പോൾ അതിന് പാർട്ടി സംവിധാനം അല്ല, സർക്കാർ സംവിധാനം അല്ല. നിങ്ങൾ എന്റെ പോസ്റ്റ് വായിച്ചോ? അനുമോദന്റെ പോസ്റ്റ് വായിച്ചോ? ആ പോസ്റ്റിൽ വായിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനെന്താ പറഞ്ഞ്, കേരളത്തിലെ പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നമ്പർ വെക്കുന്നത്. പോലീസിന്റെ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, പോലീസിൽ നിന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതി നിങ്ങൾ ഇതിലേക്ക് അയച്ചാൽ അത് വെരിഫൈ ചെയ്ത് പ്രാദേശിക അയച്ച വ്യക്തിയുടെ ആ നാട്ടിലെ സഖാക്കളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. അതിന് സഹായം ഉണ്ടാകും, അതിന് ആക്ഷൻ ഉണ്ടാകും. ഇതല്ലേ പറഞ്ഞത്. അതിങ്ങനെ പാർട്ടിക്ക് പറ്റൂല എന്ന് പാർട്ടി പറയോ? ഞാൻ ഏറ്റെടുക്കുന്നല്ല പറഞ്ഞത്. അതാണല്ലോ മാറ്റം. കൂടിക്കാഴ്ചയില് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത്.
അയാളുടെ വ്യക്തിപരമായ സന്ദർശനമല്ലേ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ലേ ആ സന്ദർശനത്തിൽ? അല്ല, അത് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ചോദിച്ചോ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണിൽ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ എങ്ങനെ മറുപടി അറിയാം? സന്ദർശനത്തിൽ കുഴപ്പമില്ല, അങ്ങനെ അല്ല, അല്ല, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. എൻ്റെ മുബഷിറേ, നിങ്ങൾ ഇതിലേക്ക് വാ. മറ്റൊന്ന്, ഇതുവരെ ഒരു ഇതിലും FIR ഇട്ടിട്ടില്ല. ഇപ്പൊ വകുപ്പ് തല അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് FIR ഇടുന്നത്. സാധാരണ ഒരു പൗരനാണ് ഇപ്പൊ FIR ഇട്ട് അത് കോടതി നടപടികളിലേക്ക് പോകും. ഇപ്പോഴത്തെ അതനുസരിച്ച് അത്തരം ഒരു ഇതിലേക്ക് ഇല്ലല്ലോ. അല്ല, അതിന്റെ FIR ഇടുന്നത് ഇപ്പൊ എന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ FIR ഇടാൻ കഴിയില്ല. അതാണ് എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ. പക്ഷെ ഇന്നലെ ആ പൊന്നാനിയിൽ 3 പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് പരാതി FIR ഇട്ടൊന്ന് ഇട്ടിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ എന്താ വെച്ചാൽ ഈ 9-10 മണിക്കൂർ നാടുമായിട്ട് ബന്ധമില്ലല്ലോ. അപ്പം അത് തെറ്റായ നടപടിയാണ് പോലീസിന്റെ. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇപ്പം അല്ല, ഒരു മിനിറ്റ്, മരമുറിക്ക് നമുക്ക് വരാം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന 10 കൊല്ലം മുമ്പും 15 വർഷം മുമ്പും 20 വർഷം മുമ്പും എന്നെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അറിഞ്ഞതിനാണ് ഈ കേസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും കണ്ണനെ കാണുന്നില്ല. ഈ രീതിയിലുള്ള കേസുകൾ മുകേഷ് MLA അടക്കമെതിരെ ഒരു ബേസും ഇല്ലാതെ, ഒരു അന്വേഷണ റിപ്പോർട്ടും ഇല്ലാതെ FIR ഇട്ട് ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിനെതിരെ FIR ഇട്ടിട്ടുള്ളത്. ആ FIR ഇടാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൊന്നാനിയിൽ ഈ പറയുന്ന പാർട്ടി നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും വനിതാ പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഒരു പെണ്ണ് ഒളിച്ചിരുന്നിട്ട് ഒരു ടെലിവിഷൻ ചാനലുകാർ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് എന്താ പറയുക, ബ്രേക്കിങ്ങിനത് വലുതാക്കാനുമാണ് അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഒന്ന് അന്വേഷിച്ചിട്ട് മതിയെന്ന്. ഇതല്ലല്ലോ. ഒരു പൊതുസമൂഹത്തിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഒരു സ്ത്രീ പറയുന്നത്. ഞാൻ അവിടെ പോയി എന്ന് ഞാൻ പറയുന്നു. നമുക്ക് ഒളിച്ചു വെക്കാനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും എന്താ ഒരു FIR ഇട്ടാൽ? FIR ഇട്ടിട്ടല്ലേ അന്വേഷിക്കേണ്ടത്? ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ FIR ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും CRPC-യിലും IPC-യിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോരെ? എന്താ പോലീസ് മുങ്ങിക്കളിക്കുന്നത്? അവിടെയാണ് ഇതിന്റെ വിഷയം. അതാണ് ഈ പോലീസ്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം FIR ഇടുമോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നിങ്ങളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് ചെറിയ വിരോധമൊക്കെ എനിക്കുണ്ടെങ്കിലും എനിക്ക് നിൽക്കുന്ന നല്ല വിഷമമുണ്ട്. നിങ്ങൾ എപ്പോൾ നിൽക്കാൻ തുടങ്ങിയതാ അല്ലേ? എന്താ ഈ നിൽക്കുന്നതിൻ്റെ അർത്ഥം? എത്ര മണിക്കൂറായി നിൽക്കുന്നത്? ഞാൻ 11 മണിക്കൂർ, പലരും 9 മണിക്ക് എത്തിയവരുണ്ട്. ഇവിടെ 12-13 മണിക്കൂറായി ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ പൊതുസമൂഹത്തിൻ്റെ ഇത്തരം സംഗതികൾ പുറത്തു വരണമെന്നില്ല. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാനുള്ളത്. ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കരിയർമാരായി വന്ന, സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല. എന്താ പറയുക, വേട്ട നായികളെ പോലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരെ പിന്നാലെയാണ്. കാമപ്രാന്തന്മാരാ, മനസ്സിലായോ? കാമപ്രാന്തന്മാർ കേരളം കേൾക്കാൻ പോവാ. അത്രയും വൃത്തികെട്ട, നെറികെട്ട, നട്ടോറിയസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനില്ല. അതിലേക്ക് പോവുകയാണ്. നമ്മൾ പല സ്ത്രീകൾക്കും നമ്മൾ ധൈര്യം കൊടുക്കുകയാണ്. അവർക്ക് ധൈര്യമില്ല എപ്പോഴും പുറത്തേക്ക് വരാൻ. ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല, ഇവർക്ക് എന്താ പറയാ, വൈകൃതമായ ലൈംഗിക ചൂഷണം ഉണ്ടല്ലോ, അതുപോലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ. അല്ലാതെ സീതാ പോലീസുകാരല്ല. ഡാൻസ് സ്റ്റാഫിന്റെ ഒട്ടുമിക്ക ആളുകൾ ഇതിലുണ്ട്. പുറത്തുവിടില്ല. അവർ തയ്യാറായി വരട്ടെ. നിങ്ങൾ പറയണം അവരോട് തയ്യാറായി വരാൻ. ഈ പൊതുസമൂഹം അവരുടെ കൂടെ ഉണ്ട്. ഈ ഗവൺമെന്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട്. അവരെ കൂടെയാണ്. അവർ പുറത്തു വരണം. ഈ സ്വർണം മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയി മൂലക്കലാക്കി ചവിട്ടി ഇടിച്ച് നിരപ്പാക്കിയിട്ട് സൈസാക്കി വിട്ട പല ചെറുപ്പക്കാരും ഉണ്ട് ഇവിടെ. അവർ പുറത്തു വരണം. നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും. അതാണ് ഈ ഗവൺമെന്റ്, അതാണ് ഈ പാർട്ടി. അവർ സഹകരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളുണ്ടാവും ഇവിടെ. ഒരു മാസം നിങ്ങൾ ഇതിന്റെ പിന്നാലെ നിൽക്ക്. ഈ ക്രിമിനലിസം അവർ അടുത്ത തലമുറ കയറി വരും. ആരായി കുറ്റം ചെയ്യുന്നത്? ഒരു സാധാ പോലീസുകാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം.
IPS ഉദ്യോഗസ്ഥർ, അതേ ലെവലിലുള്ള മറ്റുള്ളവർ. അപ്പോൾ ഈ പുതിയ തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ? അവർ കള്ളും കുടിച്ചോ, പെണ്ണും പിടിച്ചോ, വ്യഭിചരിച്ചോ, കക്കാൻ നോക്കിക്കോ, കട്ട മുതൽ കട്ടെടുത്തോ, കൊള്ള നടത്തിക്കോ, കള്ളക്കടത്ത് നടത്തിക്കോ, ഈ കേസിൽ ഈ പറയുന്ന എന്താ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചോ, കച്ചവടം ചെയ്തോ, കേസുണ്ടാക്കിക്കോ, ഇതല്ലേ മെസ്സേജ്? എന്താണ് ഈ മയക്കുമരുന്നുമായി ഈ ജില്ലയിൽ എത്ര നിരപരാധികളാ? ഇപ്പം ആ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ കാണാൻ നിൽക്കുക. എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട്. ഒരു വിഭാഗത്തിന് ഇവർ കച്ചവടം ചെയ്യാൻ അനുവാദം, ഓരോരുത്തരും കമ്മീഷൻ, കേസിൻ്റെ എണ്ണം കൂട്ടണം, അതിനുള്ള മറ്റു വഴി. ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്, ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചത്, കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ. എന്താ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ? ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട് ഈ ചങ്ങാതി സുജിത് ദാസ്. സർക്കാരിൻ്റെ ഒരു ഓർഡറും ഇല്ല, സർക്കാരിൻ്റെ ഒരു ഫണ്ടും ഇല്ല, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പെർമിഷനും ഇല്ല. ഒരു ബിൽഡിംഗ് കെട്ടി. എങ്ങനെ കെട്ടിയത്? ആ ബിൽഡിങ് കെട്ടുന്നതിൻ്റെ പേരിൽ കോടാനകോടി ഉറുപ്പിയാണ് ഈ ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തത്. 25,000 തൊട്ട് 10 ലക്ഷം വരെ പിരിച്ചിട്ടുണ്ട്. കോറികളിൽ നിന്ന്, മുതലാളിമാരിൽ നിന്ന് ഒരു 10, 15, 20 ലക്ഷം ചിലവാകുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പേരിൽ 4-5 കോടി ഉറുപ്പിക പിരിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായി? അല്ല, ഒരു മിനിറ്റ്, ഇവരുടെ ഡബിൾ ഗെയിം മനസ്സിലാക്കണം. അപ്പം എന്തായി? ഗവൺമെന്റിന് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും എന്തോ ഒരു നല്ല SP ട്ടോ, 5 പൈസ മുടക്കില്ലാതെ പോലീസുകാരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം മെനക്കെട്ടുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ. അപ്പം അത് മുഴുവൻ ഉണ്ടാക്കുകയും ആ ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് എന്താണ്? പണം പിരിച്ചെടുക്കുക. അന്വേഷിക്കുന്നത് അന്വേഷണ ഏജൻസിയുടെ പരിധിയിൽ വരുന്ന ഈ തരത്തിലുള്ള ഡബിൾ ഗെയിം, ട്രിപ്പിൾ ഗെയിം തട്ടിപ്പ് പുറത്തുനിന്ന് നോക്കുന്നവന് എന്തോ ഒരു അന്തസ്സുള്ള SP, എന്തോ ഒരു പോലീസ്. എന്നാലേ പണിയോ നേരെ തിരിച്ച്. പ്രതീക്ഷിക്കുന്നുണ്ട്, 100% പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ യാതൊരു ഓർഡറും ഇല്ലാതെ ഒരു കെട്ടിടം എങ്ങനെയാണ് ഒരു SP ക്ക് ഉണ്ടാക്കാൻ കഴിയുക? അല്ല, അതന്നെ അറിയാത്തത്, അത് തന്നെയാണ് അറിയാത്തത്. പരിശോധിക്കട്ടെ എങ്ങനെ ഉണ്ടായി. എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. പലതും ചിലത് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്കറിയാം അത് മായ്ക്കപ്പെടും. ഇപ്പം ഈ മരമുറി തന്നെ നിങ്ങൾക്കറിയാലോ, ഒന്നനങ്ങിയപ്പോഴേക്ക് ആ സ്ത്രീയുടെ അടുത്തെത്തിയത് നിങ്ങൾ തന്നെ കണ്ടല്ലോ, അനുമതൊക്കെ പോയില്ലേ. അപ്പം അവിടെയൊക്കെ ഇവരെത്തുന്നുണ്ട്, അതിന് ആളുകളുണ്ട്. പോലീസ് മാത്രമല്ല, പോലീസിലൊരു വിഭാഗം മാത്രമല്ല, ഒരു വലിയ എന്താ പറയുക കച്ചവട ഗ്രൂപ്പ്, ഒരു ഗുണ്ടാ സംഘം സ്നേഹത്തോടെയും ഭീഷണിയോട് കൂടിയിട്ട് ഓടി നടക്കുകയാണ്. അതും ഇവിടെ നടക്കുകയാണ്, വലിയൊരു ഗുണ്ടാ സംഘത്തിന്. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ, പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഹണി ട്രാപ്പിൽ ഇവർ കുടുക്കി മൂലക്കലാക്കിയൊരു സ്ത്രീയാണ്. നാളെ അവർ പുറത്തു വരും. ആ സ്ത്രീ പല രീതിയിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പരാതി കൊടുത്തപ്പം ആ നാട്ടിലെ ചില ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്. അവരെ കൊല്ലാൻ ഭീഷണിപ്പെടുത്താൻ വരുന്നത് പോലീസിൻ്റെ ഗുണ്ടാ സംഘം, പോലീസുകാരല്ല, പോലീസ് വിടുന്ന ഗുണ്ട. മനസ്സിലായോ? അതേ മുമ്പ് പറഞ്ഞ ദാവൂദ് ഇബ്രാഹിം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊരു 60-70% ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ അതേ ലൈനിലാണ് പോകുന്നതെന്ന് മനസ്സിലായത്. അത് തെളിയിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ സഹായിക്കുക.